ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് പഠിക്കുകയായിരുന്നല്ലോ. കർത്താവ് നിലത്തെ പൊടിമണ്ണ് കൊണ്ട് മനുഷ്യനെ യഹോവയുടെ സാദൃശ്യപ്രകാരം സ്വരൂപത്തിലും നിർമ്മിച്ചു. അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളൊരു ദേഹിയായിട്ട് തീർന്നു. മനുഷ്യന് തക്ക തുണയില്ല എന്ന് മനസ്സിലാക്കിയ ദൈവം മനുഷ്യന് വേണ്ടി തക്ക ഒരു തുണയെ ഉണ്ടാക്കി കൊടുത്തു. അവരെ വളരെ മനോഹരമായ ഒരു തോട്ടത്തിൽ അവരെ കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലങ്ങളുള്ളതുമായിട്ടുള്ള ഒരു തോട്ടത്തിലാക്കിയിട്ട് അവർക്ക് ഒരു ചുമതലയും കൊടുത്തു. ഈ തോട്ടം കാക്കണമെന്ന് അവരോട് പറഞ്ഞു. അതിനുശേഷം അവരോട് കർത്താവ് പറഞ്ഞു, തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ സകല വൃക്ഷങ്ങളുടെയും തോട്ടത്തിലുള്ള സകല വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് തിന്നാം, എന്നാൽ തോട്ടത്തിലെ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ തിന്നരുത് എന്ന് കർത്താവ് അവരോട് കൽപ്പിച്ചു. എല്ലാ വൃക്ഷങ്ങളുടെ ഫലം അവർക്ക് തിന്നാം, പക്ഷേങ്കിൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം മാത്രം തിന്നരുത് എന്ന് അവരോട് പറഞ്ഞു. എന്നാൽ ഒരു ദിവസം പാമ്പ് വളരെ കൗശലമേറിയ ഒരു ജന്തുവായിരുന്നു. അത് സ്ത്രീയുടെ അടുത്ത് വന്നു. സ്ത്രീ തനിച്ചായിരിക്കുന്ന സമയത്ത് സ്ത്രീയുടെ അടുത്ത് വന്നു. അവളോട് പറഞ്ഞു, ചോദിച്ചു, ഈ സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് അവളോട് വളരെ കൗശലമേറി അവളോട് ചോദിച്ചു. അവളപ്പോൾ പറഞ്ഞു തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിൻ്റെ തോട്ടത്തിലുള്ള നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവളൊരു ഹാഫ് ട്രൂത്താണ് പറഞ്ഞത്. ദൈവം തുടരുതെന്ന് അവരോട് പറഞ്ഞിട്ടില്ല. എന്നാൽ അവൾ പറയുന്നത് തുടരുത് എന്നുള്ളത് തൊടുകയും അരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പാമ്പ് സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ ദൈവത്തെ പോലെ ആകുകയും ചെയ്യും. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആ വൃക്ഷഫലം തിന്നണമെന്ന് അവൾക്ക് വളരെ ആഗ്രഹമുണ്ടായി. കാരണം ആ വൃക്ഷഫലം കാണുവാൻ നന്മയുള്ളതാണ്, കണ്ടാൽ ഭംഗിയുള്ള വൃക്ഷമാണ്, ബാക്കിയുള്ള എല്ലാ ഫലങ്ങളും നല്ലതാണെന്ന് ദൈവം പറഞ്ഞതാണ്, അത് കാണാനും ഭംഗിയാണ്. എന്നാൽ പാമ്പ് പറഞ്ഞപ്പോൾ ഉടനെ അവൾക്കിത് തിന്നണമെന്ന് തോന്നി. അവൾ പറിച്ച് തിന്നു. മാത്രമല്ല അവൾ ഭർത്താവിനും കൊടുത്തു. അത് തിന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി അവരുടെ കണ്ണ് തുറന്നു, അല്ലെങ്കിൽ അവർ പാപം ചെയ്തു, അവർ അനുസരണക്കേട് കാണിച്ചു, ദൈവത്തിനുമായിട്ടുള്ള ബന്ധം അവിടെ വിച്ഛേദിക്കപ്പെട്ടു. അവർക്ക് മനസ്സിലായി അവർ നഗ്നരെന്നും മനസ്സിലായി. അവർ വളരെ വേഗം പോയി വേഗം അത്തിയില ഉണ്ടാക്കി അത്തിയില കൂട്ടി തിന്നി അവർക്ക് വസ്ത്രമൊക്കെ ഉണ്ടാക്കി. വൈകുന്നേരം എല്ലാ ദിവസവും ദൈവം അവരുടെ കൂടെ നടക്കുവാനായിട്ട് വരാറുണ്ട്. അതുപോലെ യഹോവയായ ദൈവം വന്നു അവരോട് ചോദിച്ചു. അപ്പോൾ അവർ രണ്ടുപേരും ഒളിച്ചിരിക്കുകയാണ്. കാരണം തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒളിക്കുമില്ലേ മക്കളെ? അങ്ങനെ ഒരു പതിവുണ്ടില്ലേ? നമ്മൾ ഡാഡിയോടും മമ്മിയോടും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഒളിക്കും. അതുപോലെ ഇവരും ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ ദൈവം ചോദിച്ചു, നിങ്ങൾ എവിടെ എന്ന്. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ അവർ ഒളിച്ചിരിക്കുകയാണ്. അവർ പറഞ്ഞു, ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് പറഞ്ഞു. നിൻ്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാണ്. അപ്പോൾ ദൈവം അവരോട് ചോദിച്ചു, നീ നഗ്നനെന്ന് നിന്നോട് ആർ പറഞ്ഞു? അപ്പോൾ മനുഷ്യൻ പറയുകയാണ്, അവൻ്റെ തെറ്റവൻ സമ്മതിക്കുന്നതിന് പകരമായിട്ട് അവൻ പറയുകയാണ്, നീ തന്നിട്ടുള്ള ഈ സ്ത്രീയെ വൃക്ഷഫലം തിന്നു, അവൾ പറിച്ചു തിന്നു, എനിക്ക് തന്നു, ഞാനും തിന്നു എന്ന് പറയാണ്. യഹോവ ദൈവം സ്ത്രീയോട് ചോദിച്ചപ്പോൾ സ്ത്രീ പറഞ്ഞു, പാമ്പ് എന്നെ വഞ്ചിച്ചു, ഞാനത് തിന്നുപോയി എന്ന് പറഞ്ഞു. അങ്ങനെ പാമ്പിനോട് ദൈവം പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പാമ്പിനെ ദൈവം ശപിക്കുന്നതായിട്ടും പറയുന്നുണ്ട്. യഹോവ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത്, നീ ഇത് ചെയ്യുകൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. നീ ഉരസുകൊണ്ട് ഗമിച്ച് നിൻ്റെ ആയുഷ്കാലമൊക്കെയും പൊടി തിന്നും.
ഞാൻ നിനക്കും സ്ത്രീക്കും നിൻ്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിൻ്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സ്ത്രീയോട് പറഞ്ഞു, നീ ഈ പാപം ചെയ്തതുകൊണ്ട് നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഉണ്ടാകും, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. അതിനുശേഷം മനുഷ്യനോട് പറഞ്ഞു, നീ ഭാര്യയുടെ വാക്ക് അനുസരിച്ച് ഞാൻ നിന്നോട് പറഞ്ഞത് ചെയ്യാത്തത് കൊണ്ട് ചെയ്തതുകൊണ്ട് നിൻ്റെ നിമിത്തം ഭൂമി ശവിക്കപ്പെട്ടിരിക്കുന്നു. നിൻ്റെ ആയുഷ്കാലമൊക്കെ നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. മുള്ളും പറക്കാരെ നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും, വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും. നിലത്ത് നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പ് കൊണ്ട് നീ ജീവനെ കഴിക്കും. കഷ്ടതയും ദുഃഖവും മരണവും പാപം മുഖാന്തരമായിട്ട് ലോകത്തിൽ വന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ മനുഷ്യൻ തൻ്റെ ഭാര്യയ്ക്ക് ഹൗവ എന്ന് പേരിട്ടു. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് അവരെ യഹോവയായ ദൈവം ആദാമിനെ ഹൗവയെയും തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. എന്നാൽ അവർക്ക് തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇതിൽ നിന്ന് നമുക്ക് അനേക കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. അതിനു മുമ്പായിട്ട് നമുക്കൊരു വാക്യം പഠിക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. അവിടെ കാണുന്നത്, ഞാൻ നിനക്കും സ്ത്രീക്കും നിൻ്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിൻ്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. ഇത് ദൈവം തന്ന മനുഷ്യജാതിക്ക് വേണ്ടി തന്ന ഒരു വാഗ്ദത്വം കൂടെയാണ്. കാൽവറി ക്രൂശിൽ കർത്താവ് ശത്രുവായ സാത്താൻ്റെ തല തകർത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ അത് അന്ന് തന്നെ പാവം ചെയ്ത ആ നിമിഷം തന്നെ, അവളെ പുറത്താക്കുന്ന ആ നിമിഷം തന്നെ ദൈവം ഒരു വാഗ്ദത്വവും കൂടി അവൾക്ക് കൊടുത്തു. ഒരു ദിവസം അവളെ ചതിച്ച ആ ചതിയനായ സാത്താൻ്റെ തല തകർക്കുവാനായിട്ട് അവളുടെ സന്തതിയിൽ നിന്ന് തന്നെ ഒരു സന്തതി ഉണ്ടാകും എന്നൊരു വാഗ്ദത്വം അവൾക്ക് കൊടുക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് ആ വാക്യം ഒന്നും കൂടെ പഠിക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ന്റെ 15-ാം വാക്യം. ഞാൻ നിനക്കും സ്ത്രീക്കും നിൻ്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിൻ്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. ഇതിൽ അനേക ഗുണപാഠങ്ങൾ പഠിക്കുവാനുണ്ട്. ദൈവം ഫ്രീ വില്ലോടുകൂടി മനുഷ്യനെ ഉണ്ടാക്കി. അവന് ശരി തിരഞ്ഞെടുക്കാമായിരുന്നു. എന്നാൽ അവൻ തിന്മയാണ് തിരഞ്ഞെടുക്കുന്നത്. തിന്മ തിരഞ്ഞെടുക്കുന്ന എളുപ്പമായിട്ട് തോന്നും. അതുകൊണ്ട് നാം വളരെ സൂക്ഷ്മതയോടുകൂടി നന്മ മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. തിന്മ തിരഞ്ഞെടുത്താൽ അതിൻ്റെ ഫലമുണ്ടാകുമെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവൾ പാപം അനുസരണക്കേട് കാണിച്ചത് മുഖാന്തരമായിട്ട് അവർ കഷ്ടതയും ദുഃഖവും മരണവും അവർക്ക് അവർക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് കാണുവാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് പാപം ചെയ്തത് മുഖാന്തരമായിട്ട് ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു എന്ന് കാണുവാനായിട്ട് സാധിക്കും. നാലാമതായിട്ട് ദൈവം സ്നേഹവാനായ ദൈവമാണ്. മനുഷ്യൻ പാപം ചെയ്തുകൊണ്ട് അവനെ തള്ളിക്കളഞ്ഞില്ല. ദൈവത്തിന് എല്ലാവരെയും നശിപ്പിക്കാമായിരുന്നു. എന്നാൽ അതല്ല ദൈവം ചെയ്തത്. ദൈവം അവർക്ക് വേണ്ടി ഒരു വാഗ്ദത്തം കൊടുത്തു. ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ വാഗ്ദത്തം അവർക്ക് യഹോവയായ ദൈവം കൊടുത്തു. അവിടെ അവളുടെ സന്തതി തന്നെ ഈ പാമ്പിൻ്റെ തല തകർക്കും, അല്ലെങ്കിൽ സാത്താൻ്റെ തല തകർക്കും എന്നുള്ള വാഗ്ദത്തം കൊടുക്കുന്ന സ്നേഹവാനായ ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ മക്കളായിട്ട്, കർത്താവിന് കൊള്ളാകുന്നവരായിട്ട്, വിശുദ്ധരായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. തിന്മ തിരഞ്ഞെടുക്കാതെ നന്മ തിരഞ്ഞെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. പാപത്തിന് കോൺസിക്വൻസ് ഒന്നും ഉണ്ടെന്ന് മനസ്സിലാക്കി പാവം ചെയ്യാതെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹവാനായ ഒരു ദൈവം ഞങ്ങൾക്കുണ്ട് എന്നുള്ളതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ പാവം ചെയ്തപ്പോഴും ഞങ്ങളെ കൈവിടാതെ ഞങ്ങൾക്ക് വേണ്ടി വഴിയൊരുക്കുന്ന കർത്താവായിട്ട് അങ്ങുണ്ടായിരുന്നു. അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് കർത്താവായ യേശു ക്രിസ്തു തന്നതുകൊണ്ടും അവനെ രക്ഷകനായിട്ട് സ്വീകരിപ്പാൻ ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മീന്യമായിട്ട് അപേക്ഷിക്കുന്നു. ആമീൻ. കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കണിൽ കൈ അമർത്തുമ്പോൾ ആൻറ്റി ഇടുന്നത് എല്ലാം നിങ്ങൾക്ക് അതാത് സമയം കിട്ടുവാനായിട്ട് ഇടയായിട്ട് തീരും. ഓക്കെ, ബൈ ബൈ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.